വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടക്കാല വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും. ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി വേഴ്സായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. ഇറാൻ വിജയക്കൊടി പാറിച്ചെന്നാണ് സ്പീക്കർ ഖാലിബാഫിന്റെ പ്രതികരണം. یه وقتی بحث شد اون موقع من یک جمله گفتم من با مذاکره مخالف نیستم، موافقم، ولی توجه کنیم با کدوم مذاکره من موافقم؟ با مذاکره‌ای که خودش یک شیوه مبارزه باشه. فرق این دوره مذاکره با دوره‌های قبلی در این هست که این علم پیروزی میدان که دشمنان ما هم گفتن و دوستان ما هم دیدن، ملت ما هم یه عظمت رو دیدن که نیروهای مسلح ما با اینکه واقعا کم منفعت قلیله بودن نسبت به این دشمن. Mr. President, please, just one question for French TV and the Iran deal. Just one question, please. You signed the deal? You signed the deal? the MOU? It's signed, yeah. You signed? I signed it in Versailles. Why did you sign it? പി ആർ കാർത്തിക് ഉണ്ട് വിശദാംശങ്ങളുമായി. ട്രംപിന്റെ വാക്കുകൾ പോലെ തന്നെ കാർത്തിക് സൈൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വിജയം ഇറാനാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് കണക്കാക്കാമോ നമ്മൾ ഈ 100 ദിവസവും കഴിഞ്ഞു നിൽക്കുന്ന ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ? ഫെബ്രുവരി 28-ന് ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധം അത് ഒരു ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് ആശ്വസിക്കാം. ഇറാനും അമേരിക്കയും ഇടക്കാല സമാധാന കരാറിൻ്റെ ധാരണാപത്രത്തിൽ ഇരുഭാഗവും ഒപ്പിട്ടു. നേരത്തെ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഒപ്പിടും എന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെ ഫ്രാൻസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. G7 ഉച്ചകോടിയുടെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് സംഘടിപ്പിച്ച അത്താഴ വിരുന്നിന് ശേഷമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ചരിത്രപ്രസിദ്ധമായ വേഴ്സസ് കൊട്ടാരത്തിലായിരുന്നു ഈ അത്താഴ വിരുന്ന്. അതിനുശേഷമാണ് ഒപ്പുവെച്ചത്. ഈ ഒപ്പുവെച്ചതിന് പിന്നാലെ തന്നെ ഇതിലെ 14 നിർദ്ദേശങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗികമല്ല എങ്കിൽ കൂടിയും അതിൽ ആദ്യഘട്ടം ഹോർമൂസ് പൂർണ്ണമായി തുറക്കുക എന്നതാണ്. ഹോർമൂസ് പൂർണ്ണമായി തുറക്കും. അമേരിക്ക ഘട്ടം ഘട്ടമായി നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. മാത്രമല്ല ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധങ്ങളിലടക്കം ഇനി ഘട്ടം ഘട്ടമായി ആ ഉപരോധങ്ങൾ നീക്കും. അതിൻ്റെ ആദ്യഘട്ടമായി സാമ്പത്തിക പുനരുജ്ജീവനം എന്ന നിലയിൽ $300 ബില്യൺ ഇറാന് അനുവദിക്കും എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. എന്തായാലും 120 ദിവസത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധത്തിന് ഒരു താൽക്കാലിക വിരാമം ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ കരാർ ഒപ്പുവെച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സ്ഥിരീകരിച്ചുകൊണ്ട് ഉള്ള ചിത്രങ്ങൾ IRNA പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഇരു വിഭാഗങ്ങളും ഈ സമാധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇനി അറിയേണ്ടത് സമാധാന കരാറിലെ വ്യവസ്ഥകൾ എത്രത്തോളം പാലിക്കപ്പെടും എന്നതാണ്. ഈ സമാധാന കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥ ലബനൻ അടക്കം എല്ലാ മേഖലകളിലും നിലവിലുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കും എന്നതാണ്. അതിൽ ഇസ്രായേൽ എത്രത്തോളം സഹകരിക്കും എന്നത് നിർണായകമാണ്. മറ്റൊന്ന്, ഹോർമൂസ് തുറക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഹോർമൂസിൽ വരും കാലങ്ങളിൽ ടോളുണ്ടാകുമോ? അതോടൊപ്പം തന്നെ ഹോർമൂസിലൂടെയുള്ള സമുദ്രപാതയിലൂടെയുള്ള ജലഗതാഗതം അത് സാധാരണ നിലയിലാകാൻ ഇനിയും എത്ര ദിവസം എടുക്കും എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. നമുക്കറിയാം, ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ദിവസേന 120 മുതൽ 140 കപ്പലുകൾ വരെയാണ് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൽ ഭൂരിഭാഗവും എണ്ണ ടാങ്കറുകളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച ഈ സമാധാന ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയ ശേഷവും 11 ഇറാൻ കപ്പലുകൾ മാത്രമാണ് കടന്നുപോയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണ് നിലവിൽ ലോകം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഘടകങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ ഈ സമാധാന കരാർ ആ പ്രതിസന്ധിക്ക് ഒരു അളവ് വരെ ആശ്വാസമാകും. കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ 34 കപ്പലുകൾ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ അന്തിമ അനുമതികൾക്കായി കിടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കപ്പൽ ദിശ കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വന്നിരുന്നു. ഇത് ഇന്ന് ഗുജറാത്ത് തീരത്തെത്തും. ഏതാണ്ട് LNG 16,000-ലധികം മെട്രിക് ടൺ LNGയുമായാണ് ഈ കപ്പൽ എത്തുന്നത് എന്നതും ഇന്ത്യക്ക് ആശ്വാസകരമാണ്. അത്തരത്തിൽ ഒരു വശത്ത് ആശ്വാസകരമായ കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും 60 ദിവസത്തേക്ക് ഈ വെടിനിർത്തൽ
പീരീഡിൽ വിവിധ ഘട്ടങ്ങളിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഹോർമൂസിലൂടെ കടന്നുവരുന്ന കപ്പലുകൾക്ക് ഇറാൻ ടോൾ ഏർപ്പെടുത്തുമോ എന്നതാണ്. ടോൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ടോളില്ല എന്ന് പറയുമ്പോഴും എന്നേക്കുമായി ടോൾ ഇല്ലാതെയായിരിക്കുമോ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ജലപാതയിലൂടെയുള്ള ഗതാഗതം എന്നത് അറിയേണ്ടതുണ്ട്. ഇറാനും ഒമാനും അമേരിക്കൻ പ്രതിനിധിയും അടക്കമുള്ളവർ നടത്തുന്ന ചർച്ചയിലാകും ഇക്കാര്യത്തിൽ വരുന്ന 60 ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനമുണ്ടാകുക. മറ്റൊന്ന് സാമ്പത്തിക ഉപരോധം സംബന്ധിച്ചാണ്. ആദ്യഘട്ടത്തിൽ $300 ബില്യൺ ഇറാന് അനുവദിക്കുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായി തീരുമാനങ്ങൾ മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ധാരണകളിൽ നിന്ന് ഇറാൻ പിൻവലിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് ട്രംപ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഈ വിജയം, ഈ കരാർ അതൊരു വിജയമായാണ് ഇറാൻ കണക്കാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അല്പം മുമ്പ് നമ്മൾ കേട്ടത് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രതികരണമാണ്. അവർ അവകാശപ്പെടുന്നത് രാജ്യത്ത് വിജയക്കൊടി പാറിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നത്. അങ്ങനെ ഇറാൻ വലിയ തോതിൽ വിജയം അവകാശപ്പെടുന്നു ഈ കരാറിൽ. അമേരിക്കയും സമാനമായ രീതിയിൽ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാരും കരാർ വിജയമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തുമ്പോൾ ഈ യുദ്ധത്തിന് ആധാരമായ കാരണങ്ങൾ, ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അമേരിക്ക മുന്നോട്ട് വെച്ച കാരണങ്ങൾ, അതിലേറ്റവും പ്രധാനം ഇറാനിലൊരു ഭരണമാറ്റമാണ്. 2, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് അവിടെ സൂക്ഷിക്കുന്നു, അത് ഇറാൻ വിട്ടു നൽകണം എന്നൊരാവശ്യമായിരുന്നു ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ ഈ 2 കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞോ എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഭരണമാറ്റം സാധ്യമായില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇനി എങ്ങനെ ഇറാനിൽ നിന്ന് മാറ്റും എന്നതടക്കമുള്ളത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ആണവായുധം നിർമ്മിക്കില്ല എന്ന ഉറപ്പ് മാത്രമാണ് ഈ കരാറിൽ ഇറാൻ നൽകിയിരിക്കുന്നത്. അത് നേരത്തെ തന്നെ ഇറാൻ നൽകിയിട്ടുള്ളതുമാണ്. അങ്ങനെ പല ഘടകങ്ങൾ ഇനിയും ചോദ്യമായി അവശേഷിക്കുന്നു. ഇസ്രായേലിന് ഈ സമാധാന കരാറിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തു എന്നാണ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ എത്രത്തോളം പ്രതിജ്ഞാബദ്ധമായി തുടരും എന്നതും ഒരു ചോദ്യമാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞായറാഴ്ച ഈ സമാധാന കരാറിന് പിന്നാലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വലിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം ട്രംപ് ശക്തമായ ഭാഷയിൽ തന്നെ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ നിശ്ചയിച്ചതിലും ഒരു ദിവസം മുൻപ് തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സമാധാന ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്നു. 14 നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ഹോർമൂസ് തുറക്കുമെന്നതാണ്. വരും മണിക്കൂറുകളിൽ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സാധാരണ നിലയിലാകും എന്ന് കണക്ക് കൂട്ടുന്നു. ഘട്ടം ഘട്ടമായി അമേരിക്ക ഉപരോധം പിൻവലിക്കും. പക്ഷേ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധികൾ അവസാനിക്കാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഹരി, എന്തായാലും ഹോർമൂസ് തുറക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14 നിർദ്ദേശങ്ങൾ. ആ 14 നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനവും ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇറാന്റെ വിജയം ആണെന്നുള്ളതാണ് ഇറാൻ സ്പീക്കറും വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിന്റെ POV, പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വളരെ നിർണായകമാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ട്രംപ് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. നെതന്യാഹു കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഹാപ്പനിങ് ആയിട്ട് നടക്കുന്നത്. എന്തായാലും ട്രംപും ഒപ്പുവെച്ചിരിക്കുന്നു സമാധാന കരാർ. താൽക്കാലിക രീതിയിൽ ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. വി ആർ കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ മോദിക്ക് നിർണായക സ്വാധീനമുണ്ട്. അമേരിക്കയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾ പ്രശംസനീയമാണ്. ഇന്ത്യയെ ആരെങ്കിലും ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും. ഹോർമുസിൽ ഇന്ത്യൻ നാവികർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യമായിരുന്നു മോദി മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച.